മീനമാസ പൂജകൾക്കായി നട തുറന്ന ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പുതിയ ദർശന ക്രമീകരണത്തിൽ മാറ്റം വരുത്തി. നേരിട്ടുള്ള ദർശനം കൂടാതെ മേൽപ്പാലം വഴി വീണ്ടും ഭക്തരെ കടത്തിവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് നേരിട്ട് ദർശനം നടത്താവുന്ന പുതിയ സംവിധാനമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ നടപ്പിലാക്കി വന്നത്. എന്നാൽ തിരക്ക് വർദ്ധിച്ചതോടെ ദർശന ക്രമീകരണത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നു. നിലവിൽ മേൽപ്പാലം വഴിയാണ് കൂടുതൽ ഭക്തജനങ്ങൾ സോപാനത്തേക്കെത്തി ദർശനം നടത്തുന്നത്. മാസപൂജയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ മണ്ഡലകാലത്തെ തിരക്കിൽ പുതിയ രീതിയിലുള്ള ദർശനം മാത്രമായി നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് ഇതിലൂടെ വ്യക്തമാണ്. തിരക്ക് കൂടിയാൽ മേൽപ്പാലം വഴി ഭക്തരെ കടത്തിവിടുകയേ മാർഗമുള്ളൂ എന്ന് ദേവസ്വം പ്രസിഡന്റും പറയുന്നു. ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ തിരക്ക് കൂടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്ലൈ ഓവറും കൂടി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ തിരക്ക് വല്ലാതെ വർദ്ധിച്ചു വരുന്ന സമയത്ത് ഫ്ലൈ ഓവറും രണ്ടും കൂടി ഉപയോഗിക്കുന്ന ഒരു മട്ടാണ്. തിരക്ക് കുറയുമ്പോൾ ഇതുവഴി കൂടി ഇപ്പൊ രണ്ടും കൂടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി തിരക്ക് കൂടിയാൽ നമുക്ക് എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ തിരക്ക് കുറയുന്ന സമയത്ത് ഭക്തർക്ക് നല്ല ദർശനം കൊടുക്കുക, ഇത് രണ്ടും സംയോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കണം, അതാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. പുതിയ രീതിയിൽ സുഗമമായി എല്ലാവർക്കും ദർശനം സാധ്യമായാൽ അത് വരുംകാലത്തും തുടരാനായിരുന്നു തീരുമാനം. നിലവിൽ മേൽപ്പാലം വഴിയെത്തുന്ന ഭക്തരും ബലിക്കൽപുര വഴി കയറുന്ന ഭക്തരും ഒന്നിച്ചാണ് സോപാനത്തിനരികേക്ക് എത്തുന്നത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും മാറ്റങ്ങൾ തുടരാനാണ് സാധ്യത. മാർച്ച് 19-നാണ് മീനമാസ പൂജകൾ കഴിഞ്ഞ് ഹരിവരാസനം പാടി നട അടയ്ക്കുക. ജനം സന്നിധാനം.